വിവാഹത്തിന് മുൻപ് കൂടെ കഴിയുന്നത് ഒരു തെറ്റാണ് എന്ന് കോടതി തന്നെ തുടർന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല അതിനുശേഷം പീഡന പരാതി ഉന്നയിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് സുപ്രീം കോടതി തന്നെ തുടർന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസുകൾ ഈ ഒരു സാഹചര്യത്തിൽ ഉള്ളതല്ലേ? രണ്ട് മൂന്ന് തരത്തിൽ അതിനെ കാണണം. ഒന്ന്, ഇത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അതിൽ കേവലമായ നിയമത്തിനപ്പുറത്തുള്ള അടുപ്പമുണ്ട്. ഒരാളെൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഒരാളെൻ്റെ ഭർത്താവാണെന്ന് പറയുന്നത് കേവലം നിയമപരമായൊരു വിഷയം മാത്രമല്ലല്ലോ. അതിൽ രണ്ടുപേർ കൂടെ കഴിയുന്നത്, ഇന്നിപ്പോൾ രണ്ടുപേർ കൂടെ കഴിയുന്നത് നിയമപരമായി തെറ്റല്ല. ലിവിങ് ടുഗദർ തെറ്റല്ല. പ്രായപൂർത്തിയായ രണ്ടുപേർ ഒന്നിച്ച് കഴിയുന്നതിൽ തെറ്റല്ല. അത് മാത്രമല്ല, അതിൽ ഒരാൾ വേറൊരാളുടെ ഭാര്യയാണ് എന്നതും തെറ്റല്ല. കാരണം അതുപോലും നമ്മൾ ഭരണഘടനയിൽ നീക്കി. അതായത് കുറ്റങ്ങളിൽ നിയമങ്ങളിൽ നീക്കി. കാരണം ഇപ്പോൾ മുമ്പ് അങ്ങനെയായിരുന്നില്ല. മുമ്പ് ഒരു വൃത്തിയുടെ നിയമം ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യ വേറൊരാളുമായി ബന്ധപ്പെട്ടാൽ അതൊരു വൃത്തിയുടെ നിയമമായിരുന്നു. കാരണം ഭർത്താവിന്റെ സമ്മതം ഉണ്ടെങ്കിൽ വേറൊരാളായിട്ട് ബന്ധപ്പെടാം എന്ന് പറയുന്ന വളരെ പ്രാകൃതമായ പുരുഷാധിപത്യപരമായ ഒരു നിയമമായിരുന്നു. ഇതൊന്നും പക്ഷേ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അല്ല, ചില കേസുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഭർത്താവ് കയറി പരാതി കൊടുക്കും, എന്റെ ഭാര്യയുമായി ഇയാൾ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിഹിതം എന്ന അർത്ഥത്തിൽ അതിന് ശിക്ഷ കൊടുക്കും. ഭർത്താവ് പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ ഇല്ല. നേരെ മറിച്ച് ഭാര്യയ്ക്ക് ഇതില്ല. അതായത് ഭർത്താവ് വേറെ സ്ത്രീയായി ബന്ധപ്പെട്ടാൽ ഭാര്യയ്ക്ക് പരാതി കൊടുക്കാൻ ഒരു വകുപ്പില്ല ആ നിയമത്തിൽ. എന്ന് പറഞ്ഞാൽ അത് തികച്ചും പുരുഷാധിപത്യ നിയമമാണ്. ആ നിയമം നമ്മൾ മാറ്റി. അത് മാറ്റുമ്പോൾ അതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട്. ഇപ്പൊ രണ്ടുപേർ തമ്മിൽ ബന്ധപ്പെട്ടാൽ അവർ പ്രായപൂർത്തിയായവരാണെങ്കിൽ അതിൽ നിയമപരമായൊരു തെറ്റില്ല. പണ്ട് നമ്മൾ ഇത് കൊണ്ടുവച്ച് പൈസ കൊണ്ടുവച്ച് റെയ്ഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്, അനാശാസ്യ പ്രവർത്തനം എന്നുണ്ട്. ഇന്നിപ്പോ അങ്ങനെ റെയ്ഡ് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ആളെ കളിയാക്കാം എന്നല്ലാതെ ഒരു സാമൂഹ്യമായ ഒരു ധാർമ്മികമായ ഒരു ബഹിഷ്കരണം ഒഴിച്ചാൽ മറ്റൊന്നുമില്ല. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളെ എറണാകുളത്ത് തന്നെ ഒരു MLA പേരിൽ അങ്ങനെ ഒരു പരാതി വന്നിരുന്നല്ലോ. യഥാർത്ഥത്തിൽ നിയമപരമായി നിൽക്കുന്ന പരാതിയല്ല അത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം അത് അടുത്തതാണ്. അപ്പൊ റേപ്പ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അതിൽ കൊണ്ടുവരാൻ പറ്റില്ല. രണ്ടാമത്തെ വിഷയം, വിവാഹ വാഗ്ദാനം നൽകി. അതാണ് സാധാരണ ചെയ്യുന്ന ഒരു കാര്യം. വിവാഹ വാഗ്ദാനം നൽകി എന്നെ വഞ്ചിച്ചു, അതിനെ റേപ്പായിട്ട് കണക്കാക്കണം എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവനെ പറഞ്ഞു പറ്റിച്ചു, അത് കഴിഞ്ഞ് ചെക്കൻ ഒളിച്ചോടി, പെണ്ണ് ഗർഭിണിയായപ്പോ ചെക്കൻ ഒളിച്ചോടി തുടങ്ങിയ കഥകളൊക്കെ നമ്മൾ പഴയ കാലത്തെ കഥയാണ്. ഇപ്പൊ കോടതി ചോദിച്ചിരിക്കുന്നത് വാഗ്ദാനം നൽകുന്നത് ഈ പറയുന്ന പോലെ വാഗ്ദാനം നൽകിയാൽ നിങ്ങൾ കൂടെ കിടക്കുമോ എന്നുള്ള. അല്ല, അവിടെയാണ് ചോദ്യം. അപ്പോ ഇതിൽ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ നമ്മൾ സ്ത്രീയുടെ ചാരിത്രം എന്നൊരു വാക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കാണ്. പുരുഷന്റെ ചാരിത്രം എന്ന് പറയാറില്ല, തമാശയായിട്ടാ പറയാം അല്ലെ. ജഗദീഷ് ശ്രീകുമാറൊക്കെ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തമാശയാണ്. പക്ഷെ ഈ സ്ത്രീയുടെ ചാരിത്രം എന്ന് പറയുന്ന സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുന്നു. അതാണ് പ്രശ്നം. ഒരു പുരുഷന്റെ കൂടെ ജീവിച്ച സ്ത്രീയെ കാണുന്ന പോലെയല്ല ഒരു സ്ത്രീയുടെ കൂടെ ജീവിച്ച പുരുഷനെ സമൂഹം കാണുന്നു അല്ലെ. ഞാൻ പറഞ്ഞ വ്യത്യാസം ഉണ്ടല്ലോ. ആ സാമൂഹ്യമായ വ്യത്യാസമാണ് ഇവിടെ പ്രശ്നം. ആ സാമൂഹ്യമായ വ്യത്യാസം നിലനിൽക്കുകയും നിയമപരമായി രണ്ടും ഒരു വ്യത്യാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ സ്ത്രീക്ക് മാത്രം ചാരിത്രം ഉണ്ടാവുക, പുരുഷന് ചാരിത്രമില്ലാത്ത. സ്ത്രീയുടെ ചാരിത്രം നശിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുരുഷൻ വേണമല്ലോ. ഞാൻ അങ്ങനെ കോട്ട് അൺകോട്ട്. അപ്പൊ അത് തന്നെ ഒരു സദാചാരം, ഒരു കപട സദാചാരവും ഒരു തട്ടിപ്പ് സംഗതിയാണ്. അപ്പൊ സ്ത്രീകളുടെ ഒരു ഫ്രീഡം ആ കാര്യത്തിൽ വരുന്നുണ്ട്. സ്ത്രീക്ക് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാം, അയാൾ ഭർത്താവ് അല്ലെങ്കിലും അയാളുടെ കൂടെ ജീവിക്കാം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു. അതൊരർത്ഥത്തിൽ ശരിയുമാണ്. പക്ഷെ ഈ ഒരു സ്വാതന്ത്ര്യത്തെ മുതലെടുക്കുകയാണ് അവിടെ രണ്ടാമത്തെ പ്രശ്നം. ഈ സ്വാതന്ത്ര്യത്തെ പുരുഷന് മുതലെടുക്കും, സ്ത്രീ മുതലെടുക്കും. ഇപ്പൊ പുരുഷൻ മുതലെടുക്കാന്ന് പറഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പോയി. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കേസ് വളരെ വിചിത്രമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ആ ചോദ്യം എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം, അതായത് വിവാഹിതയായ ഒരു സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും? അവർ ഓൾറെഡി വിവാഹിതയാണ്. അപ്പൊ ഈ വിവാഹമോചനം നടന്നിട്ടില്ല. വിവാഹമോചനം നടക്കാത്ത ഒരാൾ എങ്ങനെയാണ് പിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞത്? കാരണം വിവാഹമോചനം എന്ന് പറഞ്ഞൊരു വലിയ പ്രോസസ്സാണ്. രണ്ടുപേരും സമ്മതിച്ചാൽ പോലും 6 മാസം 1 വർഷമോ ചിലപ്പോൾ വേണം. എതിരാളി എതിർപക്ഷം എതിർക്കുകയാണെങ്കിൽ അത് പിന്നെയും നീണ്ടുപോകും. പിന്നെ ഒരുപാട് കഥ ഉണ്ടാക്കേണ്ടി വരും. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഏകപക്ഷീയമായി നിങ്ങൾക്ക് വിവാഹമോചനം കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട്? അപ്പോൾ ഒരു സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് അവിടെ ഈ സ്ത്രീ ഉപയോഗിക്കുന്നത് ഈ ചാരിത്രം എന്ന സദാചാര പ്രശ്നമാണ്. ശരിയാണ്. ഒരു സ്ത്രീ അങ്ങനെ ഒരു പുരുഷൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ചാരിത്രം നഷ്ടപ്പെട്ടു, ആ സ്ത്രീയുടെ മൂല്യം ഇടിഞ്ഞു, സാമൂഹ്യ മൂല്യം ഇടിഞ്ഞുപോയി. അങ്ങനെയാണല്ലോ. നിയമപരമായല്ല, സാമൂഹ്യ മൂല്യം ഇടിഞ്ഞുപോയി എന്ന ആ സാമൂഹ്യ ഘടകമാണ് നിയമത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നിലനിൽക്കില്ല. കാര്യം തിരിച്ചുകൊണ്ടല്ലോ. തിരിച്ച്
ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായ ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാം എന്ന അവകാശമുള്ളിടത്തോളം, അയാൾ അവരൊരു ഭാര്യയാണെങ്കിലും വേറെ ആളുടെ കൂടെ ജീവിക്കാം എന്ന് അവകാശമുള്ളിടത്തോളം അയാൾ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല അവരൊരു ഭാര്യയാണ്. മാത്രമല്ല അതിൽ ഒരു നമ്മളിപ്പോ അതിന്റെ ഒരു സാമൂഹ്യ ഘടകം, ഒരു പുരുഷൻ സ്ത്രീയെ വഞ്ചിക്കുള്ളൂ, സ്ത്രീ പുരുഷനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വേറെ സംഗതിയാണ്. അപ്പോ ഒരു സ്ത്രീയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അവരോട് വിവാഹ വാഗ്ദാനം ചെയ്തു. വിവാഹ വാഗ്ദാനം ചെയ്താൽ ഇവർ പോണെന്തിനാന്നുള്ള ചോദ്യമുണ്ട്. ഇത് വലിയൊരു വാഗ്ദാനം നൽകിയപ്പോൾ ഉടനെ കൊണ്ട് ബന്ധപ്പെടാൻ വലിയൊരു സാമൂഹ്യ പ്രശ്നമാണെങ്കിൽ, ഇതൊരു സാമൂഹ്യ വിഷയമാണെങ്കിൽ സാമൂഹ്യ വിഷയം തിരിച്ചും വേണമല്ലോ. അതായത് ഈ സ്ത്രീയുടെ പ്രശ്നം എന്താ? ഈ സ്ത്രീ സാമൂഹ്യമായി അവമതിക്കപ്പെടും അല്ലെ, ഒരു പുരുഷന്റെ കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും സാമൂഹ്യമായി അവമതിക്കപ്പെടുന്നതിന് നിയമപരമായി ഒന്നുമില്ല. ഇത് ഈ സ്ത്രീ അവിടെ പോകുന്നതിന് മുമ്പ് അറിയാലോ, സാമൂഹ്യമായി ഞാൻ അവമതിക്കപ്പെടും. അറിഞ്ഞുകൊണ്ടല്ലേ ഇവിടെ പോണേ. എനിക്കിങ്ങനെ സമൂഹത്തിൽ ഒരു അടിപിടി ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് പോണതാണ്. അപ്പൊ അതിന് നിയമപരമായ പരിഹാരമൊന്നുമില്ല. പ്രശ്നം അതാണ്, അതിന് നിയമപരമായ പരിഹാരമൊന്നുമില്ല. അതിന് വേണ്ടത് ഇപ്പൊ സ്ത്രീകൾക്ക്, അവിടെയാണ് പ്രശ്നം. സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അവകാശവും കിട്ടുമ്പോൾ സ്ത്രീകൾ കൂടുതൽ അത് അനുഭവിക്കാൻ ബോൾഡായിരിക്കണം. അത് അനുഭവിക്കാൻ തീർച്ചയായും അതിനുവേണ്ടി അവർ തയ്യാറായിരിക്കണം. ഒരു പുരുഷൻ വിവാഹ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനെ പോയി അയാളുടെ അടുത്ത് കൂടെ ജീവിക്കേണ്ട കാര്യം എന്താ? ഒരു കാര്യം ജീവിക്കേണ്ട കാര്യമല്ലോ, ബന്ധപ്പെടേണ്ട കാര്യമല്ല. വിവാഹം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയും. വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ജീവിക്കാം, കുഴപ്പമില്ല, നമുക്ക് വിവാഹം കഴിഞ്ഞോട്ടെ. ഇതല്ല, വിവാഹത്തിന് മുന്നേ ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിനുശേഷം തമ്മിൽ പ്രശ്നമാകുമ്പോൾ പീഡനമാണെന്ന്. അല്ല, അവിടെയാണ് പ്രശ്നം. അതിനെ ബലാത്സംഗമായോ പീഡനമായോ കണക്കാക്കാൻ ആവില്ല എന്നാണ് സുപ്രീം കോടതി. അൺലസ് ഈ കുട്ടി 18 വയസ്സിന് താഴെയാണ്, അല്ലെങ്കിൽ ഈ കുട്ടി മൈനർ ആണെങ്കിൽ അതാവും, അത് പോക്സോ വരും. അല്ലെങ്കിൽ ആ കേസിൽ വരില്ല. കാരണം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സാമൂഹ്യമായി സ്ത്രീക്ക് തുല്യതയുടെ അവകാശം നമ്മൾ പറയുമ്പോൾ സ്ത്രീ ആ തുല്യതയുടെ അവകാശം എടുക്കാൻ വേണ്ട സാമൂഹ്യമായി ശക്തിപ്പെട്ടിട്ടില്ല. അതാണ് പ്രശ്നം. സ്ത്രീ ശക്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുരുഷന്റെ കൂടെ ജീവിച്ച സ്ത്രീയും സ്ത്രീയുടെ കൂടെ ജീവിച്ച പുരുഷനും രണ്ട് മൂല്യമാണ് സമൂഹം കൊടുക്കുന്നതെന്നുള്ള പ്രശ്നം. അപ്പൊ മാറ്റം വേണ്ടത് യഥാർത്ഥത്തിൽ നിയമത്തിലല്ല, സമൂഹത്തിലാണ്. അതുകൊണ്ട് നിയമം വീണ്ടും മാറ്റാൻ പോയാൽ പ്രശ്നമുണ്ട്. നിയമം വീണ്ടും മാറ്റാൻ പോയാൽ സ്ത്രീയുടെ അവകാശം പിന്നെ ഇല്ലാണ്ടാവും. അപ്പൊ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുക, സ്ത്രീകൾ ഇതിൽ ധൈര്യമായി പറയുക. ഒരുത്തനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഉടനെ അവന്റെ കൂടെ പോയി ജീവിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാവുന്നത്, ഇപ്പോ വിവാഹിതയല്ല സ്ത്രീയെങ്കിൽ ഇവർക്ക് ലിവിങ് ടുഗദർ കോൺട്രാക്ട് ഉണ്ടാക്കാം. 1 വർഷത്തെ ലിവിങ് ടുഗദർ കോൺട്രാക്ട് ഉണ്ട്. ലിവിങ് ടുഗദർ കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് കോൺട്രാക്ട് ഭേദിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, അതിലാകെ ഉള്ളത് ലീഗലി ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ആ 1 വർഷത്തിൽ ഈ സ്ത്രീ ഗർഭിണിയാവുകയാണെങ്കിൽ അത് ഇയാളുടെ കുട്ടിയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് ഇയാളുടെ കുട്ടിയാണ്. കുട്ടിക്ക് ആ അവകാശം ഉന്നയിക്കും. അത്രേ ഉള്ളൂ. അച്ഛനാണെന്നുള്ള അവകാശം ഉന്നയിക്കാം. കാരണം ഒരു സ്ത്രീ വിവാഹിതയാവുന്ന സമയത്ത്, വിവാഹിതയായിരിക്കുന്ന സമയത്ത് ഗർഭിണിയായാൽ കോടതിയുടെ പല വിധികളുണ്ട്. അത് ഭർത്താവ് തന്നെയാണ് എന്ന് പറയേണ്ട, ഒരു അവിഹിതമാണെന്ന് ഭർത്താവ് പറഞ്ഞാൽ പിന്നെ അത് DNA ടെസ്റ്റും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പൊ ചുരുക്കത്തിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമ ഭേദഗതി ഫലപ്രദമാവണമെങ്കിൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവി അതിനനുസരിച്ച് ഉയരണം. ഞാൻ ഒരുത്തരുടെ കൂടെ ജീവിച്ചത് അവളാണ് എന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ പുരുഷൻ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകളില്ലേ? അങ്ങനെ നഷ്ടപ്പെടുന്ന സ്ത്രീക്കാണ് നഷ്ടപ്പെടുന്ന. മാധവിക്കുട്ടി ചോദിച്ച പോലെ പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല, സോപ്പിട്ട് കഴിക്കാൻ പോകാവുന്നുള്ളൂ എന്നാണ് മാധവിക്കുട്ടി റേപ്പ് ചെയ്ത കുട്ടികളോട് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പുരുഷനില്ലാത്ത ചരിത്രം ഇവിടെ സ്ത്രീക്ക് സമൂഹത്തിൽ. അപ്പൊ സ്ത്രീ ഇപ്പോഴും സാമൂഹ്യമായി പിന്നോക്കമാണ് എന്നതിന്റെ കാരണം കൊണ്ടാണ് ഈ കേസുകൾ ഇങ്ങനെ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു, സ്ത്രീ സാമൂഹ്യമായി ശാക്തീകരിക്കപ്പെട്ടാൽ ഈ കേസുകളുണ്ട്. ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ ഇതില്ല, അവിടെ ഇങ്ങനെ ഒരു കേസ് വരില്ല, ഒരാളും പറയില്ല. ഇപ്പോ ശാരീരികമായി ബന്ധപ്പെട്ടു, അപ്പൊ വിവാഹ വാഗ്ദാനം നൽകി നിങ്ങൾ മേടിച്ചോ, ദാറ്റ് ഇസ് അപ് ടു യു. നിങ്ങൾ എന്തിനാ പോയി? ഏതായാലും മികച്ച ഒരു വിധി തന്നെയാണ് സുപ്രീം കോടതി. അല്ല, തീർച്ചയായിട്ടും ആ വിധി സൂചിപ്പിക്കുന്നത്, ഞാൻ ആ മികച്ച വിധി എന്നല്ല, ആ വിധി സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഇപ്പോഴും താഴ്ന്നതാണ്, അത് ഉയർത്തണം എന്നാണ്. സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടാൽ മാത്രമേ അവർക്കുള്ള ഗുണം, ആ നിയമപരമായി അവർക്ക് കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും.